ഭക്ഷണം കഴിച്ച് വയർ നിറയ്ക്കുന്നതിനല്ല, ഈമാനിലൂടെ മനം നിറയ്ക്കുന്നതിനാണ് പരിശുദ്ധ റമദാൻ മാസം നമ്മെ പഠിപ്പിക്കുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റംസാൻ രാവിൽ ഇശലുകളുടെ ഈണവുമായി കുട്ടിപ്പട്ടുറുമാലെത്തിയിരിക്കുന്നു. എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലാവ്യ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക്. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിൻ്റെ ഈ റിയാലിറ്റി ഷോയുടെ വിജയികളെ കാത്തിരിക്കുന്നത് 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ്. സ്പോൺസർ ചെയ്യുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ. കുട്ടിപ്പട്ടുറുമാൽ ഒരു മനോഹരമായൊരു പൂന്തോട്ടമായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സുന്ദരമായ പൂന്തോട്ടത്തിലെ വളരെ ചാരുതയാർന്ന 3 പുഷ്പങ്ങളാണ് നമ്മുടെ പ്രിയങ്കരരായ 3 ജഡ്ജസും. ഈ പൂന്തോട്ടത്തിൻ്റെ ഉദ്യാന പാലകരാണ് നമ്മുടെ ഓർക്കസ്ട്ര ടീം. ഈ ഉദ്യാനത്തിലെ ആ ശ്രേഷ്ഠമായ പൂക്കളുടെ മധു നുകരുവാനെത്തുന്ന ശലഭങ്ങളാണ് നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഏവർക്കും പ്രിയങ്കരനായ ഫിറോസ് ക. ഒരുപാട് നല്ല ഗാനങ്ങളിലൂടെ ആസ്വാദകരുടെ മനം നിറച്ച ഗായിക ഷബ്നം, സ്വാഗതം. മലയാളികളുടെ മറ്റൊരു പ്രിയ ഗായിക നമ്മുടെ വിധികർത്താവ് കൂടിയായ സജ്ല, സ്വാഗതം. നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ ഈ ഒരു പരിപാടിയുടെ അവിഭാജ്യ ഘടകമായ ഈ ഉദ്യാനത്തിന്റെ പാലകരായ ഓർക്കസ്ട്ര ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രാർത്ഥനയുടെ ഈ നോമ്പുകാലത്ത് നല്ലൊരു പ്രാർത്ഥനയോടെ നമുക്ക് കുട്ടിപ്പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഈ പാട്ടുമായിട്ട് നമുക്ക് മുന്നിലെത്തുന്നത് നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ഫിറോസ്കയാണ്. ഫിറോസ്കയെ നമുക്ക് സ്വാഗതം ചെയ്യാം. മലക്കുൽ മുതസ്റായി അണഞ്ഞിടും മുമ്പേ ചലനമെൻ തടിയിൽ നിലച്ചിടും മുമ്പേ പുണ്യനബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ. മലക്കുൽ മുതസ്റായിൽ അണഞ്ഞിടും മുമ്പേ ചലനമെൻ തടിയിൽ നിലച്ചിടും മുമ്പേ പുണ്യനബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ. തെറ്റുകളെല്ലാം പൊറുക്കുന്ന കോനെ കുറ്റങ്ങളൊക്കെയും തീർക്കും പുരാനേ. തെറ്റുകളെല്ലാം പൊറുക്കുന്ന കോനെ കുറ്റങ്ങളൊക്കെയും തീർക്കും പുരാനേ. ഇന്നോളമെന്നിൽ വന്ന പിഴകൾ ഇന്നോളമെന്നിൽ വന്ന പിഴകൾ മന്നാനേ നീ പൊറുത്തിടേണേ. മലക്കുൽ മുതസ്റായിൽ അണഞ്ഞിടും മുമ്പേ ചലനമെൻ തടിയിൽ നിലച്ചിടും മുമ്പേ പുണ്യനബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ.
തമ്പുരാനേ. ഈരേഴുലകവും പോറ്റും റഹീമേ, തിരുത്വാനബിയെ കാത്ത പുരാനേ, അനുദിനം നിന്റെ കരുണാകടാക്ഷം, അനുദിനം നിന്റെ കരുണാകടാക്ഷം അരുളിയിടേണേ ഞങ്ങളിലെന്നും. മലക്കുൽ മൗത്ത് അസ്റായിൽ അണഞ്ഞിടും മുമ്പേ, ചലനമെൻ തടിയിൽ നിലച്ചിടും മുമ്പേ, പുണ്യനബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ, കണ്ണിനു കാട്ടിടണേ. മലക്കുൽ മൗത്ത് അസ്റായിൽ അണഞ്ഞിടും മുമ്പേ, ചലനമെൻ തടിയിൽ നിലച്ചിടും മുമ്പേ, പുണ്യനബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ, കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ, കണ്ണിനു കാട്ടിടണേ. ഇനി ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഈ വേദിയിൽ സമർപ്പണം റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു തേജ. ഹായ് തേജ മോളെ. ഹായ് ചേച്ചി. സമർപ്പണം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ മോളെ? തൂരിസ്നാമൽ എന്ന പാട്ടാണ്. ആർക്കാ സമർപ്പിക്കുന്നത്? പള്ളിക്കൽ മൊയ്തീൻ സാർ പാടിയാണ്. എന്നെ 2 ലൈൻ പാടാമോ? തൂരിസ്നാമല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങും ഉറൂഷ പക്ഷികളെ നിങ്ങൾ ത്വഹ നബിയുടെ റൗള കണ്ടോ. നല്ല പാട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തേജ, എന്തോ തേജ ഭായ് എന്നൊക്കെ വിളിക്കുന്ന പോലെ തേജ ബഹൻ എന്ന് വിളിക്കേണ്ടി വരുമോ? തേജയുടെ വീട്ടിൽ എന്താ പെറ്റ് നെയിം എന്താണ്? തേജ എന്ന് തന്നെയാണോ? അല്ല, പിന്നെന്താ? കല്ലു. കല്ലു എന്നാണ്. കല്ലുമോളെ എന്നാണോ വിളിക്കുന്നേ? കല്ലുമോക്ക് തല്ല് കിട്ടാറുണ്ടോ ഇടയ്ക്ക്? ഉണ്ട്. എപ്പോഴാ? പഠിക്കുമ്പോഴോ? പഠിക്കുന്നതിന് തല്ലുവോ? ആരാ? അമ്മയാണോ തല്ലുന്നേ? അമ്മ. എന്നാലും പഠിക്കുന്നതിന് തല്ലുന്ന വലിയ മോശമായി പോയിട്ടോ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ അല്ലേ? എന്തൊട്ട് അമ്മ തല്ലില്ല. അപ്പോൾ നന്നായിട്ട് പാട്ട് പാടാൻ റെഡിയല്ലേ? സമർപ്പണം റൗണ്ടിൽ ആർക്കാണ് മോള് പാട്ട് സമർപ്പിക്കുന്നത്? പള്ളിക്കൽ മൊയ്തീൻ സാർ. പള്ളിക്കൽ മൊയ്തീൻ സാറിന് വേണ്ടിയിട്ടാണ്. ശ്രീ പള്ളിക്കൽ മൊയ്തീൻ 70കളുടെ അവസാനത്തിൽ താൻ പാടിയ ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെ സ്വതസിദ്ധമായ ഒരു ശൈലി വാർത്തെടുത്ത ഗായകനാണ് ശ്രീ പള്ളിക്കൽ മൊയ്തീൻ. അഹ്ദായ റബ്ബ് നീയെ, തൂരിസ്നാമല താഴ്വരയിൽ, ജയ് പൊന്മലർ തുടങ്ങിയ മാപ്പിളപ്പാട്ടുകൾ അന്നും ഇന്നും ശ്രോതാക്കൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ്. ഒരുപാട് വേദികളിലും തിളങ്ങുന്ന ശ്രീ പള്ളിക്കൽ മൊയ്തീൻ മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷന്റെയും മാപ്പിള കലാ അക്കാദമിയുടെയും അവാർഡുകൾ നേടിയിട്ടുണ്ട്. അല്ലേ? ശരിക്കും കൊച്ചു കുട്ടികളോട് നമ്മൾ പല കാര്യവും ചോദിക്കുമ്പോൾ അവർക്ക് ഈ ചിലപ്പോൾ ഇതുപോലുള്ള പേരുകൾ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ പോലും. ഏത് ക്ലാസ്സിലായി മോളൂ? 1ാം സ്റ്റാൻഡേർഡിലുള്ള കൊച്ചു വാവയാണ്. അപ്പോൾ ഈ വാവയ്ക്ക് ശരിക്കും ഇങ്ങനെ എന്താണ് പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും മോളൂട്ടി നല്ല പാട്ട് പാടുക. കല്ലുമോള്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തൂരിസ്നാമല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങും ഉറൂഷ പക്ഷികളെ നിങ്ങൾ ത്വഹ നബിയുടെ റൗള കണ്ടോ. തൂരിസ്നാമല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങും ഉറൂഷ പക്ഷികളെ നിങ്ങൾ ത്വഹ നബിയുടെ റൗള കണ്ടോ.
സ്ഥാനം കണ്ടോ മല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങും പുരുഷ പക്ഷികളെ നിങ്ങൾ വഹനബിയുടെ റൗള കണ്ടോ മല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങും പുരുഷ പക്ഷികളെ നിങ്ങൾ വഹനബിയുടെ റൗള കണ്ടോ ബദറിന്റെ മണ്ണിലെ കാൽപ്പാടുകൾ മിന്നിത്തെളിഞ്ഞ വിധാനം കണ്ടോ ബദറിന്റെ മണ്ണിലെ കാൽപ്പാടുകൾ മിന്നിത്തെളിഞ്ഞ വിധാനം കണ്ടോ ഉഹദിന്റെ പോർക്കളം തൂകിയ രക്തത്തിൻ ഉണങ്ങാത്ത പാടുകളേറെ കണ്ടോ ഉണങ്ങാത്ത പാടുകളേറെ കണ്ടോ മല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങും പുരുഷ പക്ഷികളെ നിങ്ങൾ വഹനബിയുടെ റൗള കണ്ടോ മല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖരങ്ങളിൽ തങ്ങും പുരുഷ പക്ഷികളെ നിങ്ങൾ വഹനബിയുടെ റൗള കണ്ടോ തേജുകുട്ടി എന്തോ നല്ല സൂപ്പർ പാട്ടാണ് പാടിയത് അല്ലേ മനസ്സിലായോ വല്ലതും സെയ്ത്ത് മരത്തിൻ്റെ ശിഖരങ്ങളിലിരിക്കുന്ന പക്ഷികളോട് കവി വളരെ കാവ്യാത്മകമായിട്ട് ചോദിക്കുകയാണ് തിരുനബിയുടെ റൗള ഷെരീഫ് കണ്ടോന്നല്ലേ നല്ല പാട്ടല്ലേ ആസ്വദിച്ച് പാടിയോ ആണോ അപ്പോൾ എന്തായാലും ആസ്വദിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജഡ്ജസിൻ്റെ കമൻറ്റ് എന്ന് മനസ്സിലാകാം കാരണം ജഡ്ജസ് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ആസ്വദിച്ച് പാടിയാൽ മാത്രമേ പ്രേക്ഷകർക്കും ജഡ്ജസിനും എല്ലാ ആസ്വാദകർക്കും അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ജഡ്ജസിൻ്റെ അഭിപ്രായം ചോദിക്കാം ആദ്യം ഫിറോസ്ക എങ്ങനെയുണ്ടായിരുന്നു തേജുകുട്ടിയുടെ പാട്ട് അതായത് മഞ്ഞക്കിളി സ്വർണ്ണക്കിളി മയിൽപ്പീലി കാട്ടിലെ വർണ്ണക്കിളി മഞ്ഞക്കിളിയായിട്ടാണല്ലോ വന്നിട്ടുള്ളത് അല്ലേ മഞ്ഞപ്പൂവും മഞ്ഞപ്പൊട്ട് മഞ്ഞ കമ്മൽ നോക്കി മൊത്തം മഞ്ഞ അല്ലേ നന്നായി നല്ല ചിരി എന്ത് രസമാണ് കാണാൻ കുഞ്ഞു മുഖവും നല്ല ചിരിയോട് കുറച്ച് പാട്ടുകൾ പാടിയ ചില പാട്ടുകാർ ഒരുപാട് ശ്രദ്ധിക്കപ്പെടാറുണ്ട് അങ്ങനെ നമ്മുടെ മലയാള ഗാനശാഖയ്ക്കും കുറേ പാട്ടുകാരുണ്ട് ബ്രഹ്മാനന്ദൻ സാറ് ഒരുപാട് പാട്ടൊന്നും പാടിയിട്ടില്ല കുറച്ച് പാട്ട് അല്ലേ കുറച്ച് പാട്ടുകൾ പാടിയിട്ട് നമ്മുടെ മാനത്തെ കായലിൽ ഒരു പാട്ട് പിന്നെ പ്രിയമുള്ളവളേ രണ്ടാമത്തെ പാട്ട് പിന്നെ താമരപ്പൂ നാണിച്ചു നീലനിശീധിനി
ഇങ്ങനെ കുറച്ച് പാട്ടുകൾ പാടിയിട്ട് പിന്നെയും അത്യാവശ്യം പാട്ടുകൾ പാടി അങ്ങനെ ഒരു പാട്ടുകാരനാണ് പള്ളിക്കൽ മൊയ്തീൻക. മോളുടെ പാട്ടിനെ പറ്റി ഞാൻ പറയാം. ഭംഗിയായിട്ട് പാടി കേട്ടോ. പാട്ടിന് പരിക്ക് പറ്റിക്കാതെ പാടി. എവിടെയോ 1-2 സ്ഥലങ്ങൾ കുറച്ച് ശ്രുതി, അതൊന്നും പ്രശ്നമാക്കാനില്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷപ്നം. തേജ മോൾക്ക് ഈ റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണോ? ആണോ? മോളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. മോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ഇവിടെ ഒരു പൂ കാണും. അതുപോലെ തന്നെ ആയിരുന്നു പാട്ടും. അസലായിട്ട് പാടി. ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന തേജ വന്നിട്ട് ഇത്രയും നല്ലൊരു സോങ്, അത് വലിയ പരിക്കൊന്നും ഇല്ലാതെ ഒരു 80% മതി, അത് തന്നെ ധാരാളമാണ്. ഫസ്റ്റിൽ പഠിക്കുന്ന തേജ ഇത്രയൊക്കെ പാടുന്നത്. പക്ഷേ തേജയ്ക്കത് പോരല്ലോ അല്ലേ? ഇനിയും എത്രയൊക്കെയോ എവിടേക്കോ എത്താനിരിക്കുന്നു. അത് ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. തേജ ഏതൊരു റേഞ്ചിൽ പോകും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും നന്നായിരുന്നു മോളെ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സജ്ല. തേജുമോള് വലിയൊരാളുടെ പാട്ടെടുത്തിട്ടല്ലേ വന്നത് അല്ലേ? പള്ളിക്കൽ മൊയ്തീൻ സർ അല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് അറിവുകളേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ കുറച്ച് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ്, പ്രത്യേകിച്ച് ഗ്രാമഫോൺ റെക്കോർഡ്സുകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും അധികം ഡുവറ്റ്സ് പാടിയിട്ടുള്ളത് മോളി റാവു എന്ന ആർട്ടിസ്റ്റാണ്, ഒരു സിംഗറാണ്. അപ്പോൾ ഈ പാട്ട് എന്താണ് മോളുടെ സ്റ്റൈലാക്കി പാടി, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഒന്നുമില്ല മോളെ, മോൾക്ക് ഇനി ഇത്രയേ ആയിട്ടുള്ളൂ, ഇനിയും കുറേ മാറ്റങ്ങൾ വരാനിരിക്കുന്നു കേട്ടോ വലുതാവും തോറും. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സജ്ല. അപ്പോൾ തേജക്കുട്ടി, നമ്മുടെ ജഡ്ജസ് പറഞ്ഞെല്ലാം കേട്ടില്ലേ? ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് പോകാം. ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ്? 38.5. 38.5 മാർക്കാണ് ഫിറോസ്ക നൽകിയിരിക്കുന്നത്. സജ്ല ഓൺ 30. 28.5. 28.5. ഇനി ഷപ്ന 28.5. 28.5. സോ ടോട്ടൽ മാർക്സ് 95.5. 95.5 മാർക്കാണ് തേജയുടെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തേജക്കുട്ടി, കുറച്ചുകൂടി നന്നായിട്ട് പാടാമായിരുന്നു, കുറച്ചുകൂടി മാർക്സ് സ്കോർ ചെയ്യാമായിരുന്നു അല്ലേ? പക്ഷെ സാരമില്ല, ഇത് നമ്മുടെ എന്താണ് കുട്ടി പട്ടുറുമാല കുട്ടി അല്ലേ? അപ്പോൾ സാരമില്ല. അപ്പോൾ ഇനി നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് ഒരുപാട് അവസരമുണ്ട്. ഓക്കെ മോളു, താങ്ക് യു. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിലെ നമ്മുടെ ഇന്നത്തെ അടുത്ത പെർഫോമൻസിനായി വേദിയിലേക്ക് എത്തുന്നത് നോമ്പുകാലം റൗണ്ടിൽ അനന്തകൃഷ്ണൻ. ഹായ് അനന്തൻ ചേട്ടാ. ഹലോ. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ ഹജ്ജിനായി മക്കത്തെത്തു എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. രണ്ടുപേര് പാടാമോ? ആ. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുക്തി മണക്കുന്ന ഹജറുള്ള സുവത് കാണുവാനെത്തിക്കണമേ. ഹറമിൻ്റെ അകത്തന്നും ഇന്നും അതിർപ്പത്തിൽ ഒളിയുന്ന ഹജറുള്ള സുവത് കാണുവാനെത്തിക്കണമേ. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുക്തി മണക്കുന്ന ഹജറുള്ള സുവത് കാണുവാനെത്തിക്കണമേ. നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അനന്തകൃഷ്ണ, എന്തോ അനന്തകൃഷ്ണനെ അനന്താന്ന് വിളിക്കുന്നതാണോ, കൃഷ്ണ എന്ന് വിളിക്കുന്നതാണോ, അനന്തു എന്ന് വിളിക്കുന്നതാണോ, എന്താണ് ഇഷ്ടം? അങ്ങനൊന്നുമില്ല. വീട്ടിലെന്താ വിളിക്കുന്നത്? അപ്പൂന്ന്. അപ്പൂസേന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പം നമ്മളെല്ലാം പേര് മാറ്റി ഇനിയിപ്പോൾ അപ്പൂസേന്നാക്കിയാലോ? അതാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അപ്പൂസ് അടുത്ത പെർഫോമൻസിന് പോവാണ്. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ഹജ്ജിനായി എന്ന പാട്ടാണ്. ഹജ്ജിനായി എന്നുള്ള സുന്ദരമായിട്ടുള്ള പാട്ട് നോമ്പുകാലം റൗണ്ടിൽ നല്ലൊരു പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുകയാണ് അല്ലേ പ്രേക്ഷകർക്ക്. അപ്പോൾ അപ്പൂസിന് എല്ലാ വിഷസും. അനന്ത് നന്നായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, താങ്ക് യു. لبيك
കൃഷ്ണ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു അനന്തുവിൻ്റെ പാട്ട്? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. എനിക്ക് ജലദോഷവും മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് അത് ചെറുതായിട്ട് പാട്ടിനെ ബാധിച്ചു എന്നാണ് അനന്തുവിന് തോന്നുന്നത് അല്ലേ? നമുക്കിനി ജഡ്ജസിനോട് അഭിപ്രായം ചോദിക്കാം. ആദ്യം സജ്ല. നന്നായി പാടി മോനെ കേട്ടോ. മെയിൻ മോനെന്നെ മനസ്സിലായില്ലേ, സ്ട്രെയിൻ ഉണ്ടായിരുന്നു മോനെ അല്ലേ, ഭയങ്കര സ്ട്രെയിൻ ഉണ്ടായിരുന്നു മോനെ. തുടക്കത്തിൽ തന്നെ മോനെ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്താണ് അനന്തുവിന് പറ്റിയത്. കാരണം ഭയങ്കര ഹൈ പിച്ചിലുള്ള സോങ്ങൊന്നും അല്ല, മോനെ ഹൈയിലൊക്കെ പാടുന്ന കുട്ടിയാണ്. പക്ഷേ ഭയങ്കര സ്ട്രെയിൻ. മോനത് പാടി തീർക്കട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് പാടി തീർക്കട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും മോന് നന്നായി കെയർ ചെയ്യൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഫിറോസ്. സുഖമില്ലേ? ഇല്ല, മൂക്കടച്ചുണ്ടോ? പിന്നെ ജലദോഷമുണ്ട് അല്ലേ? തൊണ്ട സ്ക്രാച്ചസ് ഒരുപാട് വന്നു, ഒരുപാട് തവണ സ്ക്രാച്ച് വന്നു. മോൻ ശബ്ദം ഇടാറുണ്ടോ? ഒരുപാട് ശബ്ദമിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് ആവാറുണ്ടോ കൂട്ടുകാരുടെ കൂടി? അത് വളരെ സൂക്ഷിക്കണം കേട്ടോ. അനന്ത് നന്നായി പാടുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കമൻറ്റിലൊക്കെ, എന്തൊക്കെയോ പാടിപ്പോവും ചിലപ്പോൾ അങ്ങോട്ട് പാടും ഒരു പാടൽ. അങ്ങനെയൊക്കെയാണ് വരുന്നത് സംഗതികൾ കേട്ടോ. ഇതിലത്ര കംഫർട്ടബിളായി പാടിയില്ല. ഇനി കൂടുതൽ ശ്രദ്ധിക്കുക ശബ്ദം കേട്ടോ. ഇത് മോശമായി എന്നല്ല, ഇത് ആവറേജിൻ്റെ ഒക്കെ മുകളിലാണ്, എന്നാലും വലിയൊരു തലത്തിലേക്ക് ഉയർന്നില്ല പാടിയത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ശബ്നം. നന്നായിട്ട് പാടി അനന്തു. താങ്ക് യു. കഴിഞ്ഞ സോങ്ങിൻ്റെ അത്രയും വന്നില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ സോങ് ഒരു വല്ലാത്ത ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു അനന്തു കാണിച്ചത്. അനന്തു ഒട്ടും ഇന്ന് കംഫർട്ടബിൾ അല്ലായിരുന്നു പാടാനായിട്ട്. പിച്ചിൻ്റെ പ്രോബ്ലം, എനിക്ക് പിച്ച് കുറച്ച് അനന്തുവിൻ്റെ കംഫർട്ടബിൾ സോണിലല്ല എന്ന് തോന്നി. ഒരു നോട്ട് താത്തിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ അനന്തുവിന് പാടാൻ പറ്റിയേനെ. വിരുത്തമൊക്കെ കുറച്ച് ഫ്ലാറ്റായിപ്പോയി മോനെ. ചരണത്തിലും ലാസ്റ്റ് ഫ്ലാറ്റും ഷാർപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, മോൻ നന്നായിട്ട് പാടി. താങ്ക് യു ശബ്നം. അനന്തു, അപ്പോൾ ജഡ്ജസിനോട് മാർക്ക് ചോദിക്കാം. റെഡി? യെസ്. സജ്ല ഓൺ 30. അനന്തുവിന് 28. 28 മാർക്കാണ് സജ്ല നൽകുന്നത്. ഫിറോസ്ക 40 എത്ര മാർക്കാണ്? 40 അനന്തുവിന് 38 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ശബ്നം 28 മാർക്സ്. സോ 94 മാർക്സ് ആണ് അനന്തുവിൻ്റെ ഈ റൗണ്ടിലെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അനന്തു, ഇനിയിപ്പോൾ പെർഫോം ചെയ്യാൻ വരുന്ന സമയത്ത് അമ്മ കോൺഫിഡൻസ് ആണോ അനന്തുവിന്? അതോ അമ്മ ഇരിക്കുമ്പോൾ ചെറിയ ടെൻഷൻ കൂടുമോ? അങ്ങനെയൊന്നുമില്ല, അമ്മ ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണല്ലേ. അപ്പോൾ അമ്മയെ കൂടി നമുക്ക് ഇരുത്താം, കുറച്ചുകൂടി നന്നായിട്ട് പാടാം. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, സമർപ്പണം റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു അസർ. ഹായ് അസർ. ഹായ്. സമർപ്പണം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോന്നെ? ഞാൻ മിറാജ് രാവിലെ കാറ്റ് എന്ന പാട്ടാണ് പാടുന്നത്. ആർക്കാണ് സമർപ്പിക്കുന്നത്? ഈ പാട്ട് പാടിയ മൂസ എരഞ്ഞോളി സാറിനാണ് ഞാൻ സമർപ്പിക്കുന്നത്. 2 ലൈൻ പാടാമോ? മിറാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ, മിറാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. നല്ല പാടാണല്ലോ, നല്ലതായിട്ട് പാടണം. എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അസർ, ഈ സമർപ്പണം റൗണ്ടിൽ ആർക്കാണ് അസർ പാട്ട് സമർപ്പിക്കുന്നത്? പട്ടുറുമാലിൻ്റെ ഒരു ഭാഗമായ എരഞ്ഞോളി മൂസക്കാരന് വേണ്ടിയാണ്. എരഞ്ഞോളി മൂസക്കാക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. തൻ്റെ 12ാമത്തെ വയസ്സിൽ എരഞ്ഞോളി ഗ്രാമീണ കലാസമിതിയുടെ നേതൃത്വത്തിൽ എരഞ്ഞോളി ശ്രീനാരായണ മഠത്തിൽ അരിമുല്ല പൂമണം നല്ലോളെ എന്ന എസ്.എം. കോയയുടെ പാട്ട് പാടിക്കൊണ്ട് രംഗത്ത് വന്ന മാപ്പിളപ്പാട്ടിലെ അതികായനാണ് ഇന്ന് 73 നിൽക്കുന്ന എരഞ്ഞോളി മൂസ. 1974 ഡിസംബറിൽ ആദ്യ ഗൾഫ് യാത്ര നടത്തിയ ഈ പാട്ടുകാരൻ ഇപ്പോൾ ഗൾഫ് നാടുകളിൽ തൻ്റെ 1001ാമത്തെ വേദി പിന്നിടാൻ പോകുന്നു. 14-ാം രാവ്, മഞ്ഞുപോലൊരു പെൺകുട്ടി, ഗ്രാമഫോൺ, ആദാമിൻ്റെ മകൻ അബു എന്നീ സിനിമകളിലൂടെ ഈ ഗായകൻ തൻ്റെ അഭിനയ മികവും തെളിയിച്ചു. സമാഹിൻ കൂരിരുൾ കാട്ടിൽ ആകാശഭൂമിക്ക് അധിപതിയായ മിറാജ് രാവിലെ കാറ്റ്, കെട്ടുകൾ 3 കെട്ടി, മൈലാഞ്ചി അരച്ചല്ലോ തുടങ്ങി ഒട്ടേറെ അതിപ്രശസ്തമായ ഗാനങ്ങൾ പാടിയ ഇദ്ദേഹം
സജീവമായി ഇന്നും മാപ്പിളപ്പാട്ട് രംഗത്ത് തുടരുന്നു. അപ്പോൾ മൂസക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടിലേക്ക് നമുക്ക് പോകാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിറാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടേ പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടേ മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദും മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദും സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ
സുജൂദിട്ടു നിൽക്കുന്ന നക്ഷത്രലോകങ്ങൾ കണ്ടുവല്ലേ. ലക്ഷം മലക്ക് സുജൂദിട്ടു നിൽക്കുന്ന നക്ഷത്രലോകങ്ങൾ കണ്ടുവല്ലേ. കാബ കൗസൈനി വരയ്ക്കും ഇലാഹോട്, കാബ കൗസൈനി വരയ്ക്കും ഇലാഹോട് ഹാത്തിമുൽ അംബിയ ചേർന്നുവല്ലേ, ഹാത്തിമുൽ അംബിയ ചേർന്നുവല്ലേ. മിറാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ, മിറാജ് രാവിലെ കാറ്റേ. മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഒരു 10-11 വയസ്സുള്ളൊരു മൂസാക്ക മുമ്പിൽ നിന്ന് പാടിയ പോലെ ഒരു ഫീലിംഗ്, അത്ര മൂസാക്ക തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇനി അങ്ങനെ തന്നെ ആയിരുന്നോ നമ്മുടെ ജഡ്ജസിനെ ഫീൽ ചെയ്തതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഫിറോസ്ക, എൻ്റെ തോന്നൽ ശരിയായിരുന്നോ? വീണയ്ക്ക് ഇപ്പം തോന്നിയെന്ന് പറഞ്ഞില്ലേ, എനിക്കതിൻ്റെയും മുകളിലാണ് തോന്നിയത്, അതിൻ്റെയും മുകളിലാണ് തോന്നിയത്. അസറേ, നീ ഞങ്ങളെ കണ്ണു നനയിക്കാനായിട്ട് കുട്ടിപ്പട്ടുമാലിൽ വന്ന ഒരു അവതാരമാണോടാ? എനിക്കതാ തോന്നുന്നത്. വല്ലാത്ത പാടലാണ് പാടിയത് കേട്ടോ, ഭയങ്കരമായിട്ട് പാടി. 12ാമത്തെ വയസ്സിൽ കലാരംഗത്തേക്ക് തൻ്റെ ഗ്രാമത്തിലെ ഒരു കലാസമിതിയിലൂടെ പാടിക്കൊണ്ട് കടന്നു വന്ന് ഇപ്പോൾ 76ാമത്തെ വയസ്സിലും നമുക്ക് വേണ്ടി അന്ന് എങ്ങനെ പാടിയോ അതുപോലെ തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മൂസക്ക. അത്ര വലിയൊരു പാട്ടുകാരനെ എടുത്തു കൊണ്ടുവന്ന് മോന് മനോഹരമായിട്ട് പാടി കേട്ടോ. എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ഖാത്തിമുല്ലംബിയ കേണുവല്ലേ, ഖാത്തിമുൽ അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചില്ല മോന്. അത് ആ നോട്ട് വരുന്നതിൻ്റെ ഒരു ആക്ഷൻ കൃത്യമായിട്ട് ഓർക്കസ്ട്രക്കാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് പാട്ടുകാരൻ. അങ്ങനെ ഉൾക്കൊണ്ട് പാടണം കേട്ടോ. ഇങ്ങനെ തന്നെ വളർന്ന് ലോകമറിയുന്ന ഒരു അസറായി മാറും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നം, ഔട്ട്സ്റ്റാൻഡിങ്, ഗ്രേറ്റ് സിംഗിങ്. മോൻ വളരെ അതായത് ഈ പാട്ട് കുറച്ച് ടഫാണ് മോനെ. ഈ പാട്ടിൻ്റെ കോഡ്സ് ചേഞ്ചിങ് ഉണ്ട്. അതുമാത്രമല്ല വളരെ ശ്രദ്ധാപൂർവം സംഗതികൾ പാടേണ്ട ഒരു സോങ്ങാണിത്. ഞാൻ മോൻ പല്ലവി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ ചെറുതായിട്ട് ഞാൻ നെർവസ് ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. കാര്യം എന്താണെന്നറിയോ, ഞാൻ ഇനി കരഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇത് തന്നെയാണ് എനിക്ക് പണിയെന്ന് വിചാരിക്കും. അത് അസർ തന്നെ പാടുമ്പോൾ കരയുക. നമ്മുടെ മനസ്സിനെ പിടിച്ച് ഇങ്ങനെ കുലുക്കുന്ന എന്തോ ഒരു പവറുണ്ട്. സത്യമാണത്. ഗ്രേറ്റ്. താങ്ക് യു ഷബ്നം. സജില, എരഞ്ഞോളി മൂസക്ക എന്ന് പറയുമ്പോൾ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. കൈരളി ചെയ്ത ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളുടെ മമ്മൂക്ക മൂസക്കാനെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കുന്നതും മമ്മൂക്ക അത് ഏറ്റുപാടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം അവരൊക്കെ ഈ പാട്ട് മൂസക്കാൻ്റെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്നെന്ന് അറിയുമ്പോൾ അല്ലേ, അപ്പോൾ ലോകമെമ്പാടും ഇഷ്ടപ്പെടുന്നുണ്ടാവും. അത്രക്കും മാത്രമല്ല ഈ പാട്ട് പാടിയെടുക്കാന്ന് വെച്ചാൽ അസർ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് എന്തായാലും പറയണം, ഒന്ന് പാടി നോക്കണം ഈ പാട്ട് ആ സ്റ്റേജിൽ നിന്നിട്ട്, അപ്പോഴറിയാം. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും അസർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില. അപ്പോൾ അസർ നീറ്റായി പാടി എന്നുള്ള നല്ല കമൻസ് കേട്ടു. ഇനി മാർക്ക് നമുക്ക് ചോദിക്കാം. ആദ്യമായി ഫിറോസ്ക, 40-ൽ എത്ര മാർക്കാണ്? അസറിന് എൻ്റെ മാർക്ക് ഫുൾ 40.
40 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. അടുത്തത് സജ്ല ഓൺ 30. അപ്പുറത്ത് 40 ഔട്ട് ഓഫ് 30. യെസ്, അപ്പോ 70 മാർക്സ് ആയിരിക്കുന്നു. ഇനി 30 ഒരു 30 കൂടെ കിട്ടിയ 100 ആയി അല്ലേ സർ? നമുക്ക് ചോദിച്ചു നോക്കാം. ശബ്നം 31 മൈനസ് 1. അപ്പൊ 30 മാർക്സോ ടോട്ടൽ 100 മാർക്സ് കിട്ടിയിരിക്കുകയാണ് അസർ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലെ ടോപ്പ് സ്കോററായി ഇങ്ങനെ മുന്നേറാനുള്ള പരിപാടിയാണോ അസർ? നമുക്കറിയില്ല. എന്തായാലും ഇനിയുള്ള റൗണ്ട്സിന് സ്പെഷ്യൽ താങ്ക്സ്. പറഞ്ഞോളൂ. ഓർക്കസ്ട്ര ചേട്ടന്മാർക്ക്, പിന്നെ അഷറഫക്ക, ബഷീറക്ക, എല്ലാവർക്കും എല്ലാവർക്കും ഒപ്പം തീർച്ചയായിട്ടും അല്ലാഹുവിന് അല്ലേ. ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് തേജയാണ് എങ്കിൽ തേജയ്ക്കുള്ള സമ്മാനം നൽകുന്നത് പ്രിൻസ് പട്ടുപാവാട എറണാകുളമാണ്. തേജ ആവോ അറിയില്ല അല്ലേ, ജഡ്ജസ് തന്നെ പറയട്ടെ. ഇനി നമ്മുടെ ഈ 2 സുന്ദര കുട്ടന്മാർ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇവരിൽ ആരെങ്കിലും ആണെങ്കിൽ ഇവർക്കുള്ള സമ്മാനം നൽകുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലിയാണ്. സോ നമ്മുടെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡിനെ ഡിക്ലെയർ ചെയ്യാനായി പ്രിയ ഗായികയും ജഡ്ജുമായ ഷബ്നത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാർ ആരാണ്? എന്നാലും ഇന്ന് സംശയമില്ലാതെ തന്നെ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം, അത് സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട് ആരാണെന്നുള്ളത് അല്ലേ? തീർച്ചയായും. ടുഡേ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ഇസ് അസർ. സോ അസറിനെ നമ്മുടെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അസർ ഹാപ്പി അല്ലേ? ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. തണുപ്പിച്ച കാറ്റേ, രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ, രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ.